ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റ് വയ്ക്കാതിരിക്കുക, എഫേർട്ട് എടുക്കുക. നമുക്കിപ്പോൾ ഒരു ഓൺലൈൻ മീഡിയാസ് ഒക്കെ വന്ന ശേഷം നമുക്ക് കുറച്ചുകൂടെ പഠന സാധ്യതകൾ കൂടിയിട്ടുണ്ട്. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പം സിവിൽ സർവൻസ് ആണെങ്കിൽ പോലും പലരും ടെലിഗ്രാം ഗ്രൂപ്പ്സും യൂട്യൂബുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരേക്ക് റീച്ച് ചെയ്യാൻ ഒരു സാധ്യത ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ നിലവിലുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ സ്കൂളുകളിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നൊരു സജഷൻ ഉണ്ട്. കാരണം ഞാൻ ഇപ്പൊ പൂങ്കാവ് മേരിമാറ്റ് സ്കൂളിനെ എനിക്കറിയാം. അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ എനിക്ക് ലീവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ ചെല്ലും. കുട്ടികളുടെ ക്ലാസ്സിൽ ഇങ്ങനത്തെ എക്സാമുകളെ കുറിച്ച് സംസാരിക്കും. അപ്പൊ അത് എത്രത്തോളം ഒരു ഉൾക്കൊണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു വിജയത്തോടെ അത് കുറച്ചുകൂടെ ഉൾക്കൊള്ളും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ എനിക്കൊന്ന് സ്കൂൾ ടീച്ചേഴ്സൊക്കെ വിചാരിച്ചു പക്ഷേ സിവിൽ സർവീസിലേക്ക് കൊണ്ടുവരാം. കൃഷ്ണയ്യ സാർ ഇവിടുത്തെ കളക്ടറായിരുന്ന സമയത്തേക്ക് ഇത്തരം ഒരു ഇൻസ്പിറേഷൻ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വിജയത്തിന്റെ ഒരു ഗ്ലോറിനപ്പുറത്തേക്ക് എന്റെ ലക്ഷ്യം അതാണ്. ഞാനപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ 26-ന് കുട്ടികൾക്ക് വേണ്ടി ഒരു ക്വിസ് കോമ്പറ്റീഷൻ UP-ലുള്ള കുട്ടികൾക്ക് പിന്നെ ഹയർ സെക്കൻഡറി ആയിട്ട് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹയർ സെക്കൻഡറിന്നൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? അതെ, എനിക്ക് പഠിച്ച സ്കൂൾ എന്താണെന്നറിയില്ല. എനിക്ക് പഠിച്ച സ്കൂളുകളിലെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ എന്നെ എല്ലാവരും വിളിച്ചു. അപ്പൊ ഞാൻ UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ടീച്ചേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വായനാ മത്സരം എന്ന് പറഞ്ഞ മത്സരത്തിലൊക്കെ എന്നെ കൊണ്ടുപോകുന്നത്. ഹൈസ്കൂളിൽ എത്തിയപ്പോഴേക്കും അതൊരു വലിയ തലത്തിലുള്ള സപ്പോർട്ടായിരുന്നു. മേരി മാഗ്ലറ്റ് അത്തരം കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് സ്കൂളാണ്. ഞാൻ ഹയർ സെക്കൻഡറിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ മഞ്ജു ടീച്ചർ അവിടെ പ്രിൻസിപ്പളായിട്ടുണ്ട്. പിന്നെ എന്റെ ക്ലാസ് ടീച്ചർ അവിടെ വിളിച്ചു. നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തു. എനിക്ക് ആ വർഷം ഒരു സ്റ്റേറ്റ് ലെവലിൽ രണ്ട് മത്സരങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ കലൂർ സ്കൂൾ ഗവൺമെന്റ് കലൂർ അവിടെ നല്ല സപ്പോർട്ടുണ്ട്. നല്ല സപ്പോർട്ടുണ്ട്. കാരണം അപ്പൊ എനിക്ക് അന്നത്തെ കുറെ പത്രക്കെട്ടിങ്ങളൊക്കെ ഉണ്ട്. കാരണം അന്ന് ക്വിസ് ചെയ്ത സമയത്തും ടീച്ചേഴ്സ് എങ്ങനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്നെ സ്കൂൾ കാലം കൊണ്ട് പഠിച്ച എല്ലാ ടീച്ചേഴ്സോട് ഞാൻ ഇപ്പോഴും കോൺടാക്ട് ചെയ്ത ഒരാളാണ്. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നൊക്കെ ഒരു ഡിറ്റാച്ചഡ് ആണെന്നെങ്കിലും ഞാൻ ടീച്ചേഴ്സുമായിട്ട് നല്ല കോൺടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ആർക്കും എത്തിപ്പെടാൻ കഴിയാത്തൊരു ഇതല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന വിദ്യാഭ്യാസ മേഖല അല്ലേ? ഒരിക്കലുമല്ല. അത് നമ്മളൊത്തിരി സെൽഫായിട്ട് അണ്ടർമൈൻ ചെയ്യുന്നു. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരുന്നു. ഇപ്പൊ നമ്മള് ഈ സിവിൽ സർവീസിന് വെച്ച ക്വസ്റ്റ്യൻസിൽ പലതും തന്നെ നമ്മൾ സാധാരണ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. ഒരു ക്വസ്റ്റ്യൻ വേൾഡ് വാറിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കിട്ടാവുന്ന ഒരു ചോദ്യം മാത്രമായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു എക്സാമിന് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള രീതി ഒന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ടീച്ചേഴ്സിന് ഒത്തിരി പരിമിതികളുണ്ട്, സമയത്തിന്റെയൊക്കെ പരിമിതികളുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നപ്പം ഇങ്ങനെ എക്സ്ട്രാ ചെയ്യുന്ന ആളുകൾ വന്ന് സ്കൂളുകൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമുക്ക് ഓൺലൈൻ മീഡിയാസ് ഒക്കെ വെച്ച് ചെയ്യാം. അതാണ് എന്റെ ഒരു ഇത്. അപ്പൊ ഞാനൊരു മോഡലായിട്ട് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ. സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്നതല്ലേ? അതെനിക്ക് ലിമിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതെ, അവരുടെ സപ്പോർട്ട്, കുടുംബത്തിന്റെ സപ്പോർട്ട് എല്ലാ ഫാമിലിയിലും കിട്ടുന്ന പോലെ തന്നെ ഒരിക്കലും നിർത്തി പോവുക അങ്ങനെയൊന്നും പാടില്ല. കീപ് ട്രൈ. നമുക്ക് ജോലി കിട്ടിയപ്പോ പ്രത്യേകിച്ച് അവര് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു ആരോഗ്യവകുപ്പിന്റെ. ശരിക്കും അത് എനിക്ക് വീട് പോലെ തന്നെയായിരുന്നു. ഞാൻ എല്ലാവർക്കും അതൊരു ആശുപത്രിയും എനിക്കൊരു വീട്. ഞാനപ്പോൾ ഇരുന്ന് പഠിക്കുന്നത് അവിടുത്തെ OP ഇതിലായിരുന്നു. അപ്പം എനിക്കൊരു അവിടെ റൂം പേഷ്യൻസ് യൂസ് ചെയ്യുന്ന അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ മെഡിക്കൽ ഓഫീസർ ഋഷാദ് സാർ. അപ്പോൾ ഋഷാദ് സാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഒരുപാട് കോൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ. പിന്നെ പിന്നീട് വന്ന ആനന്ദ് സാറൊക്കെ കുറച്ചുകൂടി എന്നാൽ കുറച്ചുകൂടെ ഒരു നമ്മുടെ വൈബായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനും എക്സാമുകളെ കുറിച്ച് സംസാരിക്കാനും ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. എന്റെ വീട് പോലെ തന്നെയായിരുന്നു. സെന്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വള്ളികുന്നം. 4 വർഷം.